ഒരേ സമയം 2000 ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഒരു ഇലക്ട്രോണിക് ഉപകരണം പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുന്നു. സിനിമകളിൽ കാണുന്നത് പോലൊരു സീനാണിത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ലെബനനിൽ ഇന്നലെ നടന്നു. ഇസ്രായേലാണ് പിന്നിൽ. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ എതിരാളികളുടെ നേതാക്കന്മാരെയും അതിൻ്റെ പ്രവർത്തകന്മാരെയും ഒരു ഇലക്ട്രോണിക് ഉപകരണം അഥവാ പേജർ എന്ന പേരുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പേജർ എന്ന് പറയുന്ന സാധനം ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. മൊബൈലിനേക്കാൾ സുരക്ഷിതമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ സാധാരണ രീതിയിൽ സന്ദേശങ്ങൾ കൈമാറാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ഹെസ്ബുള്ള പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതുണ്ടാക്കുന്ന യൂണിറ്റ്, അതായത് തായ്വാനിൽ നിന്നാണ് ഇതുണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നത്. ഇതുണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് ഇവർ ട്രാക്ക് ചെയ്യും. മൊസാദിൻ്റെ ചാരന്മാർ അതിനകത്ത് എക്സ്പ്ലോസീവുകൾ അഥവാ ബോംബുകൾ ഘടിപ്പിക്കുകയും ചെയ്തു. ചെറിയ ബോംബുകളാണ്. കുഞ്ഞൻ ബോംബുകൾ ഘടിപ്പിച്ച ഈ ഒരു യൂണിറ്റ് ഹെസ്ബുള്ള എന്ന് പറയുന്ന സംഘടന അവരുടെ പ്രവർത്തകന്മാർക്കിടയിൽ വ്യാപകമായി വിതരണം ചെയ്തു. ഇത് ഒരു പ്രത്യേക സമയത്ത് ഒരു നിശ്ചിത ദൂരത്തിൽ വെച്ച് ഇസ്രായേൽ പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ 4000-ഓളം മെമ്പർമാർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ഏകദേശം 10-12 ഇതുവരെ കൺഫേമായ റിപ്പോർട്ടുകൾ പ്രകാരം 10ഓളം അവരുടെ പ്രവർത്തകന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കുട്ടികൾ ഉൾപ്പെടെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്.